കുന്നത്തൂരിൽ വീണ്ടും മത്സരിക്കാനുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞ കോവൂർ കുഞ്ഞുമോൻ MLA RSP ലെനിനിസ്റ്റിന് അർഹതപ്പെട്ട സീറ്റാണ് കുന്നത്തൂരെന്ന് കോവൂർ കുഞ്ഞുമോൻ പറഞ്ഞു. ഉടൻ LDF-ൽ പ്രവേശനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും കോവൂർ കുഞ്ഞുമോൻ. സീറ്റ് തീരുമാനിക്കേണ്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതുപോലെ പാർട്ടിയുടെ തീരുമാനം ഞാൻ തന്നെ മത്സരിക്കണമെന്നാണ് RSP ലെനിനിസ്റ്റിൻ്റെ തീരുമാനം. അതിൻ്റെ അവസാന അപ്രൂവൽ തരേണ്ടുന്നത് LDF ആണ്. LDF ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇതുവരെ മീറ്റിംഗ് ചേർന്നിട്ടില്ല. LDF-ൽ നിന്നാൽ ഒരു പൂർണ്ണതയിലെത്തുമല്ലോ, അതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. മേജർ പാർട്ടി എന്ന നിലയിൽ CPM ആണ് അതിന് തീരുമാനമെടുക്കേണ്ടത്. CPM-ഉം CPI-യും തീരുമാനമെടുക്കണം വിശ്വസിക്കുമെന്നാണ്. തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. RSP-യുമായുള്ള ലയന സാധ്യത കോവൂർ കുഞ്ഞുമോൻ തള്ളിക്കളഞ്ഞു. RSP-കൾ തമ്മിൽ ലയനത്തിനുള്ള സാധ്യതയൊന്നുമില്ല. അത്തരം ചർച്ചകൾക്ക് താൻ പോയിട്ടില്ലെന്നും കോവൂർ കുഞ്ഞുമോൻ 24-നോട് പറഞ്ഞു. ലയനത്തിൻ്റെ കാര്യം എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. എൻ്റെ അടുത്ത് ഒരു നേതാക്കന്മാരും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ അങ്ങോട്ടൊരു നേതാക്കന്മാരുടെ അടുത്ത് പോയി ചർച്ചയ്ക്ക് വഴി നിന്നിട്ടുമില്ല. അതിനൊരു വഴി തെളിയുന്നില്ല എന്നാണ് എനിക്ക് RSP ലെനിനിസ്റ്റ് ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കും. RSP ലെനിനിസ്റ്റ് ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കും. UDF LDF വിട്ട് UDF-ലേക്ക് പോയപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന RSP ലെനിനിസ്റ്റ് തിരിച്ചു വന്ന പാർട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ അന്നും ഇന്നും LDF-നോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അരുൺ രാജ് കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ രാജ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. 25 വർഷക്കാലമായി കുന്നത്തൂരിനെ പ്രതിനിധീകരിക്കുന്ന MLA ആണ് കോവൂർ കുഞ്ഞുമോൻ. 6ാം ടൈം കോവൂർ കുഞ്ഞുമോൻ ലഭിക്കുമോ എന്നുള്ള ചർച്ചകൾ വളരെ സജീവമാകുമ്പോഴാണ് കുന്നത്തൂർ സീറ്റ് RSP ലെനിനിസ്റ്റിന് അവകാശപ്പെട്ടതാണ് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നത്. കുന്നത്തൂരിൽ മത്സരിക്കാനുള്ള ആഗ്രഹവും കൂടി അദ്ദേഹം പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. കുന്നത്തൂരിൽ വിജയം തന്നെ ഉറപ്പാണ്. UDF വികസനം മുരടിപ്പ് ചർച്ച ചെയ്യുമ്പോൾ വികസനം ചർച്ച ചെയ്യാനാണ് താൻ ആഗ്രഹിക്കുന്നത്. വികസനം കുന്നത്തൂരിൽ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം, സീറ്റ് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ടത് CPI ആണ്, LDF ആണ്. ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മറ്റൊന്ന് ഈ RSP-കൾ തമ്മിലുള്ള ലയനമാണ്. RSP-കൾ തമ്മിലുള്ള ലയനം സാധ്യമാകുമെന്ന ചോദ്യത്തിൽ അത് ഒരു ഘട്ടത്തിലും സാധ്യമാകില്ല. ഇപ്പോൾ ആ സാധ്യതകൾ തള്ളിക്കളയുകയാണ്. അത്തരമൊരു ചർച്ചകൾ നടക്കുന്നില്ല. RSP ലെനിനിസ്റ്റ് ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചത് തുടർന്ന് ഒരു ഇടതു സർക്കാർ അധികാരത്തിൽ വരികയും അദ്ദേഹം ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുമോ എന്നുള്ളതായിരുന്നു. സീനിയോറിറ്റി ഉണ്ട്, സ്വാഭാവികമായും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇടതുപക്ഷമാണല്ലോ എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം ഉണ്ട്. നേരത്തെ തന്നെ പലകുറി നമ്മൾ കണ്ടതാണ്. അതേ അഭിപ്രായം അദ്ദേഹം ഇഘട്ടത്തിലും മുന്നോട്ട് വെക്കുന്നു. മറ്റൊന്ന് LDF-ലേക്കുള്ള RSP ലെനിനിസ്റ്റിന്റെ പ്രവേശനമാണ്. നിലവിൽ RSP ലെനിനിസ്റ്റ് LDF-ന്റെ ഭാഗമല്ല. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം LDF-നോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും LDF-നെ പുറത്തു നിൽക്കുകയും ചെയ്യുന്ന സംഘടനയാണ്. അതുകൊണ്ട് RSP ലെനിനിസ്റ്റിന് അർഹമായ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയെയും ഇടതു നേതൃത്വത്തെയും ഈ വരും ദിവസങ്ങളിൽ തന്നെ കാണാനാണ് RSP ലെനിനിസ്റ്റിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട നടപടികളും ഇതുമായി ബന്ധപ്പെട്ട ആലോചനകളും തുടരുന്നു എന്നുള്ളതാണ് കോവൂർ കുഞ്ഞുമോൻ MLA വ്യക്തമാക്കി. എന്നാലും മനസ്സ് തുറന്ന അദ്ദേഹം 3 കാര്യങ്ങളിലാണ്, ഇത് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന 3 കാര്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി നൽകിയത്. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.